ഹായ് ഓൾ, ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ്. വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. എന്നാൽ ഇതിനെക്കുറിച്ചിട്ടും ഇതിൻ്റെ ഇലയെക്കുറിച്ചിട്ടുമാണ് ഇന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ധാരാളം വിത്തുകൾ നിറഞ്ഞ പാഷൻ ഫ്രൂട്ട് പോഷകമൂല്യത്തിന് പേരുകേട്ടതാണ്. പോഷക സമൃദ്ധമായ ഉഷ്ണമേഖലാ പഴമായ ഇത് ആന്റി ഓക്സിഡന്റുകളുടെ വൈവിധ്യമാർന്ന വിറ്റാമിനുകളുടെയും സമ്പന്നമായ ഉറവിടമാണത്. നിങ്ങളുടെ ശരീരത്തിന് പല തരത്തിൽ ഇത് ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇലയും. പാഷൻ ഫ്രൂട്ട് ആരോഗ്യകരമായ പോഷകാഹാരമുള്ള ഒരു ഗുണകരമായ പഴമാണ്. ഇതിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിനും കാഴ്ചയ്ക്കും രോഗപ്രതിരോധ സംവിധാനത്തിനും പ്രധാനമാണ്. കൂടാതെ ഒരു പ്രധാന ആന്റി ഓക്സിഡന്റായ വിറ്റാമിൻ സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പാഷൻ ഫ്രൂട്ടിന്റെ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി സസ്യാഹാരങ്ങളിൽ നിന്നും കൂടുതൽ ഇരുമ്പ് ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ അണുബാധകളെ ചെറുക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ മാറും. പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. അതുപോലെ തന്നെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പനീനെ തളർത്താനും ഈ പാഷൻ ഫ്രൂട്ടിനെ ഉപയോഗിക്കാം. കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുക്കളും ഉള്ളതായ പാഷൻ ഫ്രൂട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ലഘു ഭക്ഷണവും കൂടിയാണ്. ഇതെപ്പോഴും കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണവും കൂടിയാണ്. എന്നാൽ ഇതിൻ്റെ ഇലയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഇലയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് പാഷൻ ഫ്രൂട്ട്. എന്നാൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയെക്കുറിച്ചിട്ട് അറിയാമോ? പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സും കൂടിയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കഴിക്കുന്നത്. അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിന് ഒരു പാർശ്വഫലങ്ങളും ഇല്ല ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കാം? പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകൾ 2 തരത്തിലാണുള്ളത്. 3 വശങ്ങളിൽ വരുന്ന ഇലകളും അതുപോലെ തന്നെ ചെറിയ നേരിയ തരത്തിലുള്ള ഇലയുമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇലകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായതുണ്ട്. മൂത്ത ഇലയാണെങ്കിൽ 3 എണ്ണവും തളിരിലയാണെങ്കിൽ 5 എണ്ണവുമാണ് എടുക്കേണ്ടത്. മൂത്ത ഇലയേക്കാൾ ഏറ്റവും നല്ലത് തളിരിലയാണ്. അതായത് തളിരിലയാണ് ഇതിൽ ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഈ തളിരില 5 എണ്ണം ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഇലയും വെള്ളവും 2ആയിട്ട് തരംതിരിക്കുക. കൊളസ്ട്രോളിനും പ്രമേഹത്തിനും 2 തരത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കൊളസ്ട്രോളിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. കൊളസ്ട്രോളിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് കുടിക്കാവുന്നതാണ്. ഉറക്കമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതേൻ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. ഇത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വെള്ളത്തിലേക്ക് ചെറുതേൻ ചേർക്കാൻ പാടുള്ളൂ. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉറക്കത്തിന് നല്ലോണം ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തി വർദ്ധിക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രമേഹത്തിനാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ച വെള്ളം 3 ഭാഗങ്ങളാക്കി മാറ്റിയെടുക്കണം. രാവിലെ വെറും വയറ്റിൽ അതിൽ നിന്നും ഒരു ഭാഗം കഴിക്കുക. അതുപോലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഭാഗവും കൂടി കഴിക്കുക. രാത്രി ഭക്ഷണത്തിന് മുമ്പ് തന്നെ 1 മണിക്കൂർ മുമ്പ് ഒരു ഭാഗവും കൂടി കഴിക്കുക. ഇങ്ങനെയാണ് പ്രമേഹ രോഗികൾ ഇത് ഉപയോഗിക്കേണ്ടത്. വളർച്ച പോലുള്ള അസുഖങ്ങൾക്കും പാഷൻ ഫ്രൂട്ട് നല്ലൊരു ഉപാധിയും കൂടിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.